എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്. ഞാനിവിടെ കോൺക്രീറ്റ് വിൻഡോസ് അതേമാതിരി ഡോർസിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ഇവിടെ വണ്ടൂരടുത്ത് പൂളക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം. അത് ഈ മേഖലയ്ക്ക് എത്തിയത് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ അങ്ങനെ സ്കൂള് കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ ഇതിക്ക് എത്തിപ്പെട്ടതാണ്. പിന്നെ ഇതിൽ തന്നെ പോകുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ഇതിൽ ചെയ്ത് മേഖലയിൽ ഇപ്പൊ 25 വർഷം കഴിഞ്ഞു. സ്വന്തമായിട്ട് നമ്മൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന 19 വർഷം കഴിഞ്ഞു. 6 വർഷത്തോളം വേറെ കമ്പനിയിൽ അന്ന് ജോലിക്ക് പോയി. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് പിന്നെ ഒരു സ്ഥാപനം തുടങ്ങിയത് ഇപ്പോൾ 2007 നമ്മൾ സ്ഥാപനം ആരംഭിച്ചു. ആദ്യം 2007 തന്നെ മെയിനായിട്ട് ജനല്, വാതില്, അത് അന്ന് പണിക്കാരൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ തൊഴിലാളിയും നമ്മൾ തന്നെ ഓണറും ആയിക്കൊണ്ട് ചെയ്തതാണത്. ഇത് ഫിനിഷിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഇത് ഫസ്റ്റ് തുടങ്ങണം തന്നെ ഇതേപോലത്തെ മോൾഡുകളൊന്നല്ല. മോൾഡൊക്കെ ഭയങ്കര മരത്തില് അല്ലെങ്കിൽ തന്നെ ഒരു മറ്റേ പഴയ ഇരുമ്പിലൊക്കെ ഉണ്ടാക്കിയ ഒരു മോൾഡുകളായിരുന്നു. അന്ന് നമുക്ക് ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് തന്നെ വരുത്തണം ഫിനിഷിംഗ് ഒക്കെ. ആ ഫിനിഷിങ് നമുക്ക് അറിയണോണ്ട് ഇപ്പൊ ഈ നല്ലൊരു ഇപ്പൊ വരുന്ന മോൾഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കറക്റ്റ് ലെവലിൽ കിട്ടുന്ന മോൾഡാണ്. ആ മോൾഡിൽ ഇപ്പൊ നമ്മൾ ആ പണി ഇതിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ഫിനിഷിംഗ് ആയി വരും. നമ്മള് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോഴുള്ള പണിക്കാരൊക്കെ 10-15 വർഷം നമ്മളെ കൂടെ പണിയെടുത്ത പണിക്കാരെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിനിഷിംഗ് വർക്കുകളൊക്കെ നമ്മൾ എല്ലാത്തിനൊന്നും അന്യ സംസ്ഥാന തൊഴിലാളികളല്ല യൂസ് ചെയ്യണത്. അവർ ഈ കോൺക്രീറ്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേത് ഫുൾ ഫിനിഷിംഗ് വർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മലയാളി ആൾക്കാർ നമ്മളെ കൂടെ നിന്ന് പണിയെടുത്ത ആൾക്കാരെ നമ്മൾ അതിന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫിനിഷിങ് ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ കിട്ടാനുള്ള കാരണം. മിനിമം ഒരു സാധനം ഉണ്ടാക്കിയാൽ ഒരു 10 ദിവസമെങ്കിലും മിനിമം കിട്ടിയാൽ നമുക്കത് കറക്റ്റ് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തോടെ കൊടുക്കാൻ പറ്റും. കാരണം ഇത് ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസത്തോളം നമ്മൾ ഇത് ടാങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അല്ലാതെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് കൊണ്ട് 2 നേരം നനക്കണ പരിപാടി ആകുമ്പോൾ ഇതിന്റെ ഉറപ്പ് കുറേ ചെയ്യാം. നമ്മളിത് ടാങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് വെച്ചിട്ട് 8 ദിവസം 10 ദിവസമൊക്കെ ആകുമ്പോഴാണ് നമ്മളിത് ടാങ്കിൽ നിന്ന് കയറ്റുക. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അത് ഫിനിഷിങ് പണി ചെയ്തിട്ട് കസ്റ്റമർ നമ്മൾ കൊടുക്കും. പിന്നെ കമ്പി 5mm കമ്പിയാണ് നമ്മൾ ജനലുകളിലൊക്കെ യൂസ് ചെയ്യണത്. പിന്നെ വലിയ കട്ടിലൊക്കെ വലുതാണെങ്കിൽ ഫ്രണ്ടിൽ വെക്കുന്ന കട്ടിലൊക്കെ ആണെങ്കിൽ 6-8mm കമ്പി അങ്ങനെ യൂസ് ചെയ്യും. സാധാരണ ജനലുകളിൽ 5mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിലയിരുത്തുന്നത് നമുക്ക് എന്നും കച്ചവടം കൂടിയിട്ടേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നുകൊണ്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് ഇപ്പം. അപ്പോൾ എന്താ വെച്ചാൽ റേറ്റുകളിൽ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കച്ചവടത്തിൽ നമുക്ക് കുറവ് വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് ഇപ്പൊ കൂടുതലാണ്. കാരണം ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു 5 വർഷം മുന്നത്തെ പോലെ ഇപ്പൊ വീട് പണികൾ അതിന്റെ ഡബിളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഇരുമ്പിന്റെ കട്ടിലുകൾ വന്നു. നമ്മളെ വീട് എത്ര കാലം നിൽക്കണോ അത്രയും കാലം നമ്മളെ ജനലിന് നമ്മള് ഗ്യാരണ്ടി കൊടുക്കും. ആ വീടുമ്പോൾ അത് നിൽക്കും. പക്ഷെ നമുക്ക് വേറെ ഒരു സാധനത്തിന് നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും. ഇപ്പൊ ഇരുമ്പ് കട്ടിലാണെങ്കിലും 10 വർഷമൊക്കെയാണ് ചിലവർ വാറണ്ടി നമ്മൾ അതിന് കൊടുക്കുന്നത്. നമ്മളെ വീട് എത്രയാ നിൽക്കുന്നത് അത്രയും ദിവസം ഇത് നിൽക്കുന്നില്ല വാറണ്ടിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കല് കസ്റ്റമേഴ്സിനോട്. നമ്മൾ 100% ഒന്നും ഇല്ലെങ്കിലും അടിയിൽ നമ്മൾ അതായത് ഇപ്പൊ എന്തായാലും ഒരു വട്ടം കൊണ്ടുപോയാൽ എന്തായാലും വീട് നമുക്ക് അവരായിട്ട് ബന്ധപ്പെടേണ്ടി വരും. കാരണം ഫുള്ള് സാധനം ഒറ്റ പ്രാവശ്യം കൊണ്ടുപോകില്ല. പിന്നെ അതിന്റെ ബാക്കി പണിക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിനെ കുറിച്ചും ഒക്കെ ചോദിക്കും. അങ്ങനെ ഫീഡ്ബാക്ക് എടുക്കലുണ്ട്. അത് ടൈപ്പ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം ഉണ്ട്. കറക്റ്റ് നമുക്ക് അത് പറയാൻ പറ്റില്ല. കാരണം ഓരോ കസ്റ്റമറിനും ഇന്ന മോഡൽ വേണമെന്ന് പറഞ്ഞാൽ ആ മോഡൽ നമ്മൾ ചെയ്തു കൊടുക്കുക ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇഞ്ചുകളെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 4-3 ഉണ്ട്, 4-2 ഉണ്ട്. 4-2 കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു പോകുന്ന ഒരു സംഭവം. പിന്നെ ഇപ്പോൾ 4-3 എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വലിയ ജനലുകളൊക്കെ ആകുമ്പോൾ നമ്മൾ 4-3 ചെയ്യുന്നത്. കാരണം ഒന്നും കൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ 6 അടി ഹൈറ്റ് അതേമാതിരി 2.5 മീറ്റർ വീതി ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ 4-3 ചെയ്യും. 4-2 നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളെന്താ വെച്ചാൽ വലുതാവുമ്പം നല്ല ഒരു സ്ട്രെങ്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കനം കൂട്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ 5-3 ഉണ്ട്. പിന്നെ കട്ടിലുകൾ 5-3, 6-4 ഒക്കെ വരുന്നുണ്ട്. വലിയ കട്ടിൽ ഇപ്പോൾ ഫ്രണ്ട് ഡോർ വരെ ഇപ്പോൾ നമ്മൾ സിമെന്റിലാണ് ഇപ്പോൾ അധികം ആൾക്കാരും ചെയ്യുന്നുണ്ട്. അത് 9-4 വരുന്നുണ്ട്, 6-4 വരുന്നുണ്ട്, 5-3 വരുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ.
നമ്മള് പറഞ്ഞാല് അങ്ങനെ ഇന്ന ഭാഗം എന്നില്ല. എല്ലാ അതിപ്പോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഒക്കെ ദൂരത്തേക്ക് കൊണ്ടുപോയാല് അതിന്റെ അടുത്തുള്ള വീട് അടുത്ത പണി അവിടെ നടക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓർഡർ വരും. അപ്പൊ ആ വഴിക്ക് കുറച്ച് ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് ഉള്ള അതാണ് നമ്മളെ പരസ്യം. ഈ സാധനം കൊണ്ടുപോകുന്നിടത്തുനിന്ന് കണ്ടിട്ട് ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് കോൾ വരും, ഒരു നമ്പർ കൊടുക്കും. അങ്ങനെ ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് ഓർഡർ കിട്ടും. അത് ചില ആൾക്കാർ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വരും. കാരണം പൂയിമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംസാൻഡിനെക്കാളും കുറച്ചും കൂടി നമ്മളെ പ്രോഡക്റ്റിന് ഒരു ഉറപ്പ് കിട്ടും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അത് ചോദിച്ചിട്ട് ആൾക്കാർ വരും. അത് ഈ സാധനം പൂയിമണൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ശരിക്കും കിട്ടൂല. അവ നമുക്ക് പാസ് ഉള്ള ടൈമിൽ ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് പാസ് കൊടുക്കും. ഇതിനപ്പോ ഒരു പറയും പാസ് ഉണ്ട് എനിക്ക് അടിക്കണമെന്ന് ചോദിക്കുമ്പോൾ 2-3 ലോഡ് അടിക്കും. ഒരു പാസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും. പാസ് നമ്മുടെ അടുത്തുണ്ട് മണലിന്റെ ഒക്കെ. അതെന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് അതാണ് ഒന്നും കൂടി അതാണ് താല്പര്യവും. നമുക്കും തന്നെ നമ്മളെ സാധനത്തിന്റെ ഫുള്ള് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി അതാണ്. അത് നല്ല സാധനം കൊടുക്കുക. ഇനിയിപ്പോ 10-100 ഏറിയാലും ഒരു സാധനം നല്ലത് കൊടുത്താൽ കസ്റ്റമർ പിന്നെയും വരും. ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇഞ്ചസ് ഒക്കെ ആണെങ്കിൽ 2-3-4 ഐറ്റം ഇഞ്ചസ് ഉണ്ട്. അതില് ഇപ്പൊ കസ്റ്റമറിന് പറയണം ഇന്ന ഈ ഇഞ്ചസ് വേണം, ഇത്ര വലിന്റെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എടുത്തു കൊടുക്കും. അങ്ങനെയാണ് സംഭവം. അല്ലാതെ ഇവിടെ ഈ എന്താണ് സ്റ്റീല് SS അല്ലാത്ത ഒരു ഇഞ്ചസും നമ്മൾ വെക്കണില്ല. ഏറ്റവും നമ്മൾ സാധാ കൊടുക്കുന്ന ചാനൽ തന്നെ SS ആണ് നമ്മൾ ഇടുക. ചിലവർ ഒരു അതിലാറ് ഒന്നും കൂടി കനം കൂടിയത് തിക്നെസ് കൂടിയ വിചാരി വേണം. അതാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. എല്ലാം നമ്മുടെ അടുത്ത് സാധനം ഉണ്ട്, ഏതാണോ ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കും. സഹോദര സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരക്കുന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം. കാരക്കുന്ന് അന്ന് ഞാനും നമ്മളെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും മാത്രമേ അവിടെ നിന്ന് ജോലി ചെയ്തിന്. നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെ അതിനുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോഴും അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതായത് കാരക്കുന്നിൽ. ഇവിടെ ഇപ്പോ മലയാളീസ് 2 ആളുണ്ട്, പിന്നെ ഹിന്ദിക്കാര് ബീഹാറി ആൾക്കാര് 3 ആളുണ്ട്. ഇപ്പൊ നിലവിൽ 2 ആളുള്ളൂ. ഒരാൾ നാട്ടിൽ പോയതാണ്. അങ്ങനെ 4 ആൾ എപ്പോഴും ഉണ്ടാവും സ്ഥാപനത്തിൽ. എനിക്ക് ഫാമിലിക്ക് വരുമ്പോ എനിക്ക് 4 കുട്ടികളുണ്ട്, 4 ആൺകുട്ടികളുണ്ട്. പിന്നെ വീട്ടില് അതാ ഞാന് വൈഫ് 4 കുട്ടികളാണ്. പിന്നെ നമ്മളെ ഉമ്മ വാപ്പൊക്കെ നമ്മളെ തൊട്ട വീട് തന്നെ. നമ്മള് വേറെ ഇപ്പൊ ഒരു 10 വർഷമായിട്ട് മാറി താമസിച്ചാണ്. അവിടെ അടുത്തുണ്ട്, വാപ്പുണ്ട്, അനിയന്മാര് പെങ്ങന്മാരൊക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് വരുന്നത് ഇത് മഞ്ചേരി വണ്ടൂര് റൂട്ട്, അതായത് മഞ്ചേരി എളങ്കൂർ വണ്ടൂര്, അത് എളങ്കൂറിന്റെയും വണ്ടൂരിന്റെയും ഇടയിലാണ് വരുന്നത്. ഏറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ എളങ്കൂർ റൂട്ടിൽ നിന്ന് കയറിയാൽ അവിടെയാണ് പൂളക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. പൂളക്കലാണ് ഇപ്പൊ ഈ സ്ഥാപനം ഇപ്പം നിൽക്കുന്ന നമ്മൾ ഈ സ്ഥാപനം ഉള്ളത്. ഏറനാട് വിൻഡോസ് ആണ് എൻ്റെ പേര്.